തൃശൂരിലെ ATM കവർച്ചയിൽ പ്രതികളുടെ കസ്റ്റഡി കാലാവധി നാളെ തീരും. 3 ATMകളിൽ ഒന്നിൽ മാത്രമാണ് നിലവിൽ തെളിവെടുപ്പ് നടത്തിയിട്ടുള്ളത്. കോലഴി, മാപ്രാണം ATMകളിൽ തെളിവെടുപ്പ് നടത്താൻ പ്രതികളെ വിട്ടുകിട്ടുന്നതിനു വേണ്ടി ഈ ആഴ്ച കോടതിയിൽ പോലീസ് അപേക്ഷ നൽകും. തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ച 5 പ്രതികളുമായി തൃശൂർ ഷൊർണൂർ റോഡിലുള്ള SBIയുടെ ATM കൗണ്ടറിലാണ് പോലീസ് തെളിവെടുപ്പ് പൂർത്തീകരിച്ചത്. തൃശൂർ റൂറൽ പോലീസിന് കീഴിലുള്ള മാപ്രാണവും വിയൂർ പോലീസിന് കീഴിലുള്ള കോലഴിയിലും തെളിവെടുപ്പ് പൂർത്തിയാക്കാനുണ്ട്. ATM കവർച്ചയിൽ 3 വ്യത്യസ്ത FIR ആയതുകൊണ്ട് തന്നെ പോലീസ് കസ്റ്റഡിക്കായി വ്യത്യസ്ത അപേക്ഷകൾ കോടതിയിൽ സമർപ്പിക്കണം. തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന തെളിവെടുപ്പിൽ ATM കവർച്ചയ്ക്ക് ഉപയോഗിച്ച ഗ്യാസ് കട്ടറും ATM കൗണ്ടറിലെ ട്രേയും പോലീസ് കുളത്തിൽ നിന്നും കണ്ടെടുത്തിരുന്നു. 3 ദിവസമായി നടന്ന ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർ നടത്തിയ ATM കവർച്ചകൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന കാര്യവും അന്വേഷിച്ചു വരുന്നു. നിലവിൽ 7 പ്രതികളാണ് കേസിലുണ്ടായിരുന്നത്. തമിഴ്നാട്ടിൽ വെച്ച് പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെട്ടു. മറ്റൊരാൾ കാലിന് വെടിയേറ്റ് കാൽ മുറിച്ചു മാറ്റിയ അവസ്ഥയിൽ തമിഴ്നാട്ടിൽ ചികിത്സയിലാണ്. ആയുധങ്ങൾ ഉപേക്ഷിച്ച പുഴയിലും രക്ഷപ്പെടാൻ ശ്രമിച്ച മണ്ണുത്തി വടുക്കുംചേരി ദേശീയപാതയിലും എത്തിച്ച പ്രതികളുടെ തെളിവെടുപ്പും പൂർത്തീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം 27 പുലർച്ചെയായിരുന്നു തൃശ്ശൂരിലെ 3 SBI ATM കൗണ്ടറുകളിൽ കവർച്ച നടത്തി 67 ലക്ഷം രൂപയുമായി ഹരിയാന സ്വദേശികൾ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ടത്. തുടർന്ന് തമിഴ്നാട്ടിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത്. റിപ്പോർട്ടർ, തൃശൂർ.